പുതിയ വീഡിയോയായിട്ടാണ് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ടാക്സ് ഡിക്ലറേഷൻ. എങ്ങനെ ടാക്സ് ഡിക്ലറേഷൻ ചെയ്ത് ഏറ്റവും കൂടുതൽ ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ സാലറി ഡിപ്പെൻഡ് ചെയ്ത്, നമ്മുടെ സ്റ്റോയർ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്തിട്ടും നമ്മൾ കറക്റ്റ് എമൗണ്ട് ഫിനാൻസ് ആംസിന് എല്ലാ മാസവും ടാക്സ് പേ ചെയ്യുന്നവരാണ്. അങ്ങനെ പേ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവർ ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് എമൗണ്ട് ആണ് നമ്മുടെ അടുത്ത് നിന്ന് ഡിഡക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇൻ കേസ് കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അവർ നമ്മുടെ അടുത്ത് പിടിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ചിലവുണ്ടെന്നുണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്ത ആ ഒരു എമൗണ്ടിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. റെഗുലർ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ടാക്സ് ക്ലിയറൻസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ ഇപ്പം നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സായി കല്യാണം കഴിച്ചിപ്പോൾ ഒരു വേറെ നാട്ടിൽ, ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു നമ്മുടെ പാർട്ട്ണർ ഇങ്ങോട്ടേക്ക് വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റോർ ക്ലാസ് ചേഞ്ച് ചെയ്തു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഫിനാൻസ് ആമ്പിൽ നിന്ന് നമുക്ക് ലെറ്റർ വരുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യത്തിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും എല്ലാ വർഷവും ടാക്സ് ക്ലിയറൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, നമുക്ക് എല്ലാ വർഷവും കറക്റ്റായിട്ട് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നമ്മുടെ കയ്യിൽ ഇതിനുള്ള പ്രൂഫ് ഉണ്ടായിരിക്കണം, നമ്മുടെ ബില്ലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും. അപ്പം നമ്മളത് ടാക്സ് ക്ലിയറൻസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ടാക്സ് റീഫണ്ട് കിട്ടും. അതിന് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വർക്ക് റിലേറ്റഡ് എക്സ്പെൻസസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് സ്വന്തമായിട്ട് പേ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും എടുത്തു വയ്ക്കുക. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വീട് ഇവിടെയുണ്ട്, വേറൊരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു വീട് വാടകയ്ക്ക് എടുത്തു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോയി അത് നമ്മുടെ കയ്യിൽ നിന്നാണ് അതിനുള്ള എക്സ്പെൻസസ് ഒക്കെ ചിലവായിക്കുന്നതെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് നമുക്ക് ടാക്സ് റിഫണ്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഇന്ത്യയിലുള്ള പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് വഴിയായിട്ടായിരിക്കും നമ്മൾ നാട്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അതെന്തായാലും നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ടിൽ അതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ റെസിപ്റ്റും നമ്മൾ പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു എക്സെപ്ഷണൽ എമൗണ്ട് ടാക്സ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, നിങ്ങൾക്ക് ഭയങ്കര സഹായകരമാകുന്നത് പോലെ. കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എക്സ്പെൻസസ്, കിൻഡർ ഗാർഡൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കിൻഡർ ഗാർഡൻ, അതല്ലാതെ കുട്ടികൾ ഇപ്പം എൽട്ടേൺ ഗൾഡ് കിട്ടുന്നവരാണെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. സ്റ്റോയർ ഗോ, ടാക്സ് ഫിക്സ്, സ്മാർട്ട് സ്റ്റോയർ ഇങ്ങനെയൊക്കെ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് സ്റ്റോയർ എർക്ലെയറും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരു ലോൺ സ്റ്റോയർ ഹിൽഫെ ഫെറൈൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ ജർമ്മൻ സംസാരിക്കുന്നതിൽ മാത്രമായിരിക്കും, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ജർമ്മൻ ലാംഗ്വേജിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലബ്ബ്, ഇതിന് വേണ്ടിയിട്ടൊരു ക്ലബ്ബ് ഉണ്ട്, അതിൽ നമ്മൾ അംഗത്വം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വർഷത്തിൽ നമ്മുടെ സാലറീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 100 മുതൽ 300 വരെ യൂറോ ആയിരിക്കും നമ്മൾ അവർക്ക് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ വരുന്നതും ഭയങ്കര ഈസി ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഏത് മെത്തേഡ് വഴി ടാക്സ് ക്ലിയറൻസ് ചെയ്താലും നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റിൽ ഏറ്റവും ആദ്യത്തെ ഡോക്യുമെൻ്റ് ആണ് ലോൺ സ്റ്റോയർ ബെഷൈനിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പേപ്പർ നമുക്ക് മാസത്തിൽ സാലറി സ്ലിപ്പ് വരുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു ജാനുവരി ഫെബ്രുവരി മാസത്തിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പേപ്പറാണ്. നമ്മൾ വർഷം മുഴുവനും അടച്ച നമ്മുടെ ടാക്സിൻ്റെയും സാലറിയുടെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഈ ഒറ്റ പേപ്പറിൽ കാണും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റോയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പിന്നെ നമുക്ക് വേണ്ടത് ടാക്സ് നമ്പർ, അതിനുശേഷം നമുക്ക് വേണ്ടതാണ് നമ്മുടെ അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ. കാരണം ഇവർക്ക് ടാക്സ് റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഇവരുടെ ടാക്സ് റിട്ടേൺ വരുന്നത്. നോർമലി നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 2 മാസത്തിനുള്ളിൽ, ഒരു 6 മാസം, 2 മാസം ടു 6 മാസത്തിനുള്ളിൽ നമുക്കൊരു സ്റ്റോയർ ബെഷൈഡ് എന്ന് പറയുന്ന ഒരു ലെറ്റർ, ഒരു പേപ്പർ നമുക്ക് വരും. അതിൻ്റെ അകത്തുണ്ടാവും നമുക്ക് എത്ര യൂറോസ് ആണ് നമുക്ക് ടാക്സ് റീഫണ്ട് ആയിട്ട് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സ്റ്റോയർ ബെഷൈഡിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എങ്ങനെയാണ് നാട്ടിലേക്ക് നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രൂഫ് വെക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അകത്തെ ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഏത് ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.